വീണ്ടും ഒരു താരവിവാഹത്തിന് വേദിയായിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനട. താരദമ്പതിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസിന്റെ വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ നടന്നു. ചെന്നൈ സ്വദേശിനിയും മോഡലുമായ താരിണി കലിംഗരായരെയാണ് കാളിദാസ് താലി ചാർത്തിയത്. സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ഈ ചടങ്ങിനെത്തിയിരുന്നു. നമുക്കിപ്പം MS ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, മാളവികയുടെ കല്യാണം ഇതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ്. കേരളം കാത്തിരുന്ന് ആഘോഷിച്ച ഒരു കല്യാണം തന്നെയായിരുന്നു. അതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും കാളിദാസ് നമ്മുടെ തരണിയെ വിവാഹം ചെയ്തിരിക്കുന്നതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ടാണ്. പല പ്രമുഖരും ചടങ്ങിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടുന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിലെ ഈ കിഴക്കേ നടയിലുള്ള ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടന്നത്. താരദമ്പതികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹവും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. 1992 ആ വിവാഹം നടന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹവും ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ നടന്നത്. ഇപ്പോൾ കാളിദാസിൻ്റെയും തരിണിയുടെയും വിവാഹം ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നടക്കുന്നു. ആ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഈ മന്ത്രി മുഹമ്മദ് റിയാസും കൂടാതെ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരുമെല്ലാം തന്നെ എത്തിയിരുന്നു. കൂടുതൽ ആളുകൾ എത്തുക, അതായത് കൂടുതൽ സിനിമാ രംഗത്തു നിന്നുള്ള സുഹൃത്തുക്കളും മറ്റുള്ളവരുമെല്ലാം തന്നെ എത്തുക ഇന്ന് അല്പസമയത്തിനകം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന, അതായത് ഏകദേശം 11 മണിയോട് കൂടി ആരംഭിക്കുന്ന തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ഈ റിസപ്ഷൻ ചടങ്ങുകളിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടേക്ക് മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരെല്ലാവരും തന്നെ എത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കാളിദാസ് ജയറാം എന്ന് പറയുമ്പോൾ ഒരു താരദമ്പതികളുടെ മകൻ എന്നുള്ള രീതിക്കല്ല മലയാളികളുടെ മനസ്സിൽ ആദ്യമായി കാളിദാസ് പതിഞ്ഞത്. ഒരു ബാലതാരമായി തന്നെ മികച്ച ഒരു പെർഫോമൻസ് നടത്തി എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് കാളിദാസ് ജയറാം. പിന്നീട് പല സിനിമകളിലൂടെയും അതിനുശേഷം ബാലതാരം എന്നുള്ളതിന് മാറി പിന്നീടൊരു നടൻ എന്നുള്ള രീതിക്കും കാളിദാസിനെ എല്ലാവരും തന്നെ കണ്ടതാണ്. പല ചിത്രങ്ങളും മലയാളത്തിലും തമിഴിലുമായി പല ചിത്രങ്ങൾ, ഹിറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഒരു താരത്തിൻ്റെ വിവാഹമാണ് ഇന്നിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് നടന്നത്. നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനോടൊപ്പം തന്നെ വലിയ തിരക്കായിരുന്നു. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ നിരവധി വിവാഹങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്, ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് തന്നെയായിരുന്നു ഈ ഒരു വിവാഹ ചടങ്ങിനും ഉണ്ടായിരുന്നത്. ശരി, ലിഷോയ്, MS ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്, അനുജത്തിയുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്, ഇപ്പതേ ജ്യേഷ്ഠൻ്റെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. എന്തായാലും കാളിദാസ് ജയറാമിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. കാളിദാസും താരണിയും വിവാഹിതരായതിൽ നമ്മൾക്കുമേറെ